നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്വേത. ഇക്കാലത്ത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നൊരു രോഗമാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച. അപ്പോൾ എന്താണ് ഈ അനീമിയ? നമ്മുടെ രക്തത്തിൽ RBCs അഥവാ റെഡ് ബ്ലഡ് സെൽസ് എന്നൊരു ഘടകമുണ്ട്. ഈ റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ ഈ ചുവന്ന രക്താണുവിന് ചുവന്ന നിറം കൊടുക്കുന്നത് ഹീമോഗ്ലോബിൻ എന്നൊരു പ്രോട്ടീനിൻ്റെ സാന്നിധ്യത്തോടു കൂടിയാണ്. ഈ ഹീമോഗ്ലോബിൻ്റെ പ്രധാന ദൗത്യം നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ പിന്നെ ഗ്ലൂക്കോസ് പോലെയുള്ള പോഷകങ്ങൾ വിവിധ ഭാഗത്തും കോശങ്ങളിലും എത്തിച്ചു കൊടുക്കുക എന്നതാണ്. അപ്പോൾ ഈ ഹീമോഗ്ലോബിൻ പിന്നെ RBCs കുറയുമ്പോഴാണ് നമ്മൾ അനീമിയ എന്ന് പറയുന്നത്. ഹീമോഗ്ലോബിൻ എത്ര അളവിന് ആവശ്യമുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അത് ഓരോ പ്രായക്കാരിലും ആണുങ്ങളിലും പെണ്ണുങ്ങളിലും അത് വ്യത്യാസമുണ്ട്. 1 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ഹീമോഗ്ലോബിൻ 11 ഗ്രാം പെർ ഡെസിലിറ്ററിന് താഴെയാണെങ്കിൽ അത് അനീമിയയാണ്. അതുപോലെ 10 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾ, കൗമാരപ്രായക്കാർ, അവർക്ക് 12 ഗ്രാം പെർ ഡെസിലിറ്ററിന് താഴെയാണെങ്കിൽ അത് അനീമിയയാണ്. 18 വയസ്സിന് മുകളിലുള്ള മുതിർന്നവർക്ക് ആണുങ്ങളിലും പെണ്ണുങ്ങളിലും വ്യത്യാസമുണ്ട്. പെണ്ണുങ്ങളിൽ ഗർഭിണികളായ സ്ത്രീകൾക്ക് 11 ഗ്രാം പെർ ഡെസിലിറ്ററിന് താഴെയാണെങ്കിൽ അത് അനീമിയയാണ്. അതുപോലെ ഗർഭിണികളല്ലാത്ത യുവതികൾക്ക് 12 ഗ്രാം പെർ ഡെസിലിറ്ററിന് താഴെയാണെങ്കിൽ അത് അനീമിയയാണ്. പുരുഷന്മാർക്കോ 13 ഗ്രാം പെർ ഡെസിലിറ്ററിന് താഴെയാണെങ്കിൽ അത് അനീമിയയാണ്. ഇനി കുഞ്ഞുങ്ങൾക്ക് 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് 10 ഗ്രാം പെർ ഡെസിലിറ്ററിന് താഴെയാണെങ്കിൽ അത് വിളർച്ചയാണ്. അനീമിയ പല കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്ന ഒരു അസുഖമാണ്. അതുകൊണ്ട് കാരണത്തെ കണ്ടെത്തി അത് ചികിത്സിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഉദാഹരണത്തിന് നമ്മുടെ ശരീരത്തിൽ അയൺ ഡെഫിഷ്യൻസി എന്ന് വെച്ചാൽ രക്തത്തിലെ ഇരുമ്പിൻ്റെ അംശം കുറയുമ്പോൾ ആ കാരണത്താൽ നമ്മൾക്ക് അനീമിയ ഉണ്ടാവാം. അതിനെ നമ്മൾ അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്ന് പറയുന്നു. അതിന് മരുന്നായിട്ട് അയൺ ടാബ്ലറ്റ്സുകൾ സ്ഥിരമായി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ B12 കുറഞ്ഞാലോ ഫോളിക് ആസിഡ് കുറഞ്ഞാലോ അനീമിയ ഉണ്ടാവാം. RBCസിൻ്റെ ഷേപ്പ്, ചുവന്ന രക്താണുവിൻ്റെ ഷേപ്പിൽ വ്യത്യാസം ഉണ്ടാക്കുന്ന രോഗങ്ങൾ, സിക്കിൾ സെൽ അനീമിയ പോലെ എന്ന് വെച്ചാൽ അരിവാൾ രോഗം, അതിലും കണ്ടുവരാം. അതുപോലെ തന്നെ ബോൺ മാരോയിൽ നിന്നാണ് RBC ഉണ്ടാകുന്നത്. അപ്പോൾ ബോൺ മാരോ സംബന്ധിച്ച അസുഖങ്ങളിൽ നമ്മൾക്ക് അനീമിയ കണ്ടുവരാം. അതുപോലെ തന്നെ ക്യാൻസർ പോലുള്ള രോഗങ്ങളിലും അനീമിയ കാണാറുണ്ട്. അതിനാൽ ഹീമോഗ്ലോബിൻ കുറയുന്നൊരവസ്ഥയിൽ ഉടനെ തന്നെ ഡോക്ടറിനെ കണ്ട് ചികിത്സ നേടാൻ ശ്രദ്ധിക്കണം. കരുതലോടെ വെൽകെയർ പോളിക്ലിനിക്, ചാലിക്കര.